കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. നല്ല സന്തോഷത്തിലാണ് ഞാൻ. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ ഒരു താമരപ്പൂ കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ താമരപ്പൂവിൽ കയറി നിൽക്കണം ഉണ്ണിക്കണ്ണനായിട്ട് ആ ചാർത്തിരിക്കുന്നത് കേട്ടോ. നല്ല കൗതുകമുണ്ട്. താമര കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചുവന്ന പട്ടൊക്കെ ഇട്ട് നല്ല രസമായിട്ട് നല്ല വിരിഞ്ഞ താമര. ആ താമരയുടെ ഉള്ളിൽ അതാ പൊന്നുണ്ണിക്കണ്ണൻ കയറി നിൽക്കണു. ഏഹ് ഉണ്ണിക്കണ്ണൻ്റെ രണ്ട് കാലുമിൽ അതാ പൊൻതളകൾ കാണാനുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കൊമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. ഒരു മിടുമിടുക്കൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർത്ത് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു പൊന്നോടക്കോഴി പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ എന്തിനും തയ്യാറായി, ഭക്തന്മാർക്ക് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുക ഉണ്ണിക്കണ്ണൻ. ആ ഇടത്തെ കൈ അരയിലും കുത്തി വലത്തെ കൈ ഓടക്കോഴും പിടിച്ച് ഒരു മിടുമിടുക്കനായിട്ട് ഒരു ഉണ്ണിക്കണ്ണൻ ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. ആരെയും സന്തോഷിപ്പിക്കും. ആ പുഞ്ചിരി കണ്ടാൽ തന്നെ മനസ്സിലാക്കേണ്ട കുളിരണിയും. അത്ര ഭംഗിയായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് പൊന്നുണ്ണി കണ്ണ ശ്രീലകത്ത് കേട്ടോ. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മുകളിൽ രണ്ട് തിരുമുടിമാലകളാ ചാർത്തിക്കുന്നത്. ഒന്ന് താമരപ്പൂ മാത്രമായിട്ട് തിരുമുടിമാല, മറ്റത് വെളുത്ത പൂവും തെച്ചിപ്പൂവും മാത്രമായിട്ടുള്ളതൊന്ന്. അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഇതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ. ഒന്ന് താമര താമര നല്ല ചുവന്ന താമരയുണ്ട്, തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചിപ്പൂവും തുളസിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് അതിൻ്റെ ഇടയിൽ വെളുത്ത പൂവായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. അത് രണ്ടും നല്ല ഭംഗിയുള്ളതാട്ടോ. താമരപ്പൂവിൻ്റെ അത് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ രണ്ട് തിരുമുടിമാലകളും രണ്ട് ഉണ്ടമാലകളും ചാർത്തിയിരിക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുകമുണ്ട്. മിടുക്കനായിട്ടൊരു ഉണ്ണി. ആ പൊന്നുണ്ണി കണ്ണനെ വെച്ചാൽ നമ്മുടെ ഭക്തന്മാരെങ്ങനെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. ഈ തിരുമുടിമാലകളുടെ നമ്മൾ വിധാനമായിട്ട് ആ താമരയും തുളസിയായിട്ട് രണ്ടെണ്ണം, താമര മാത്രമായിട്ടുള്ള ഉണ്ടമാലകൾ കേട്ടോ. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂകൾ കൊണ്ടുള്ള രണ്ടെണ്ണം, നാലഞ്ച് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ശ്രീലകത്ത് പൊന്നുണ്ണി കണ്ണൻ അതാ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് പൊന്നോടക്കോഴിലും കയ്യിൽ പിടിച്ച് ഇടത്തെ കൈ അതേലും കുത്തി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഞാൻ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിൽ പല സന്തോഷം എന്താണല്ലോ അല്ലേ. നാരായണ. വലാഹകത്തിൽ കരുണാവിലാസം, വസന്തമാസത്തിൽ വയോവികാസം, നിലാവെളിച്ചത്തിൽ വിശുദ്ധ വൃത്ത്, ഇതൊക്കെ അർപ്പിച്ചവനെങ്ങു പോയി. നിലാവിൽ വെൺപുഞ്ചിരി, പാതിരാവിൽ ഇരുണ്ട പൂമേനി, നിശാമുഖത്തിൽ ഉലഞ്ഞ മഞ്ഞ തുകിലൊന്നിതെല്ലാം ഒളിച്ചു വെച്ചിട്ടവനെങ്ങു ചാടി. സൗന്ദര്യമിന്ദ്രോൽപല പർവ്വതത്തിൽ, സംഗീതമാറ്റിൽ മൃദുമർമ്മരത്തിൽ, ഈ മട്ടു നിന്നെ സകലത്ര കാണുന്നുണ്ടെങ്കിലും വസ്തുത കാൺമതില്ല. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകസദാ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടൊക്കെയുള്ള വലത്തെ കൈയിലും പിടിച്ചിട്ട് ഇടത്തെ കൈ അരയിലും വെച്ചിട്ട് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മിടുക്കനായിട്ട്. ഒരു 1.5-2 വയസ്സ് പ്രായമുള്ള ഒരു മിടുക്കനൊരു ഉണ്ണി. നല്ല കൗതുകണ്ട് കാണാൻ കേട്ടോ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കുക. പുഞ്ചിരി തൂക്കിയും കൊണ്ട് ആ സച്ചിദാനന്ദ കണ്ട ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അനുഗ്രഹിക്കാനായിട്ട്. ആ പുഞ്ചിരി തൂക്കി കൊണ്ട് നിൽക്കണം. ആ പൊന്നുണ്ണിക്കണ്ണ തിരുമുഖം നോക്കി ആ മുഖം നോക്കി ഇങ്ങനെ നാമം ജപിക്കുക. വേറെ എന്താ നമുക്ക് വേണ്ടത്? ഭക്തന്മാർക്ക് അതേ വേണ്ടു. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.